ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,997 ലെവലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. നാളത്തേക്കായിട്ടുള്ള 22,053 22,033, അതുപോലെ 22,099 22,093, പിന്നെ 22,140 22,134. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ, അതായത് 22,053 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു 22,033 ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാം. അതല്ല മാർക്കറ്റ് ഈ ഒരു താഴെയുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് എന്ന് പറയുന്നത് നാളത്തെ ട്രേഡിങ്ങിനായിട്ടുള്ളത്. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടി 3 സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ജിയോഫിൻ ആണ്. നമുക്ക് ജിയോഫിന്റെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ജിയോഫിൻ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ്സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വരാണെങ്കിൽ ഒരു ഡൗൺ സൈഡിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ബ്രേക്കൗട്ടിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കരുത്. അടുത്തൊരു ക്യാൻഡിൽ കൂടി നമ്മൾ വാച്ച് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫാൾസ് ബ്രേക്കൗട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തത് CG പവർ ആണ് അടുത്ത സ്റ്റോക്സ്. അപ്പോൾ CG പവർ നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഹൈകൾ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ITC ആണ്. അപ്പോൾ ITC നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ITCയും അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ താഴത്തെ ട്രെൻഡ് ലൈനാണ് ബ്രേക്കൗട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ സെല്ലിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 3 സ്റ്റോക്സുകളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റോക്സുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഉള്ളത് വേദാന്തയ്ക്കാണ്. അപ്പോൾ സെബി ഓർഡർ ചെയ്തിട്ടുണ്ട് വേദാന്തയോട് 77.62 കോടി രൂപയും അതിന്റെ ഇൻട്രസ്റ്റും CUHL പേ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഡിവിഡൻഡിന്റെ പേയ്മെന്റിൽ ഡിലേ വരുത്തിയ കാരണം കൊണ്ടാണ്. പിന്നെ അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. അപ്പോൾ ലെമൺ ട്രീ ഹോട്ടൽസ് അവരുടെ 8ാമത്തെ ഹോട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് ഷാൽബിക്കാണ്. ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ ഹീലേഴ്സ് ഹോസ്പിറ്റലിന്റെ 100% ഓഹരി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് 104 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതാണ്. പിന്നെ അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ് അടുത്ത ന്യൂസ് ഉള്ള സ്റ്റോക്സ്. അവരുടെ 2 പുതിയ സ്റ്റോർസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് ഓറിയന്റ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് ഇവർക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു വാഗൻസിന്റെ.
അത് ആദ്യത്തെ ഓർഡർ 2964 അതൊന്ന് പുതുക്കി 3055 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡർ വാല്യൂ ഒന്ന് പുതുക്കിയിട്ടുണ്ട്, 1241.1 കോടിയിലേക്ക് പുതുക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് RVNL അവർക്ക് 106.4 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് മധ്യപ്രദേശ് ഗവൺമെന്റിൽ നിന്ന്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് L&T കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ L&T കൺസ്ട്രക്ഷന് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 1000 മുതൽ 2500 കോടി വരെയാണ്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് HG ഇൻഫ്ര എഞ്ചിനീയറിംഗിനാണ്. അവർക്ക് 709.1 കോടിയുടെ ഓർഡർ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് SJVN ആണ്. അപ്പൊ SJVN ഗുജറാത്ത് ഊർജ വികാസ് നിഗത്തിന്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 500 മെഗാവാട്ടിന്റെ സോളാർ പ്രൊജക്ടിന്റെ ഓർഡർ ആണ്. അപ്പൊ ഇതിന്റെ ഈ പ്രൊജക്ടിന്റെ കോസ്റ്റ് വരുന്നത് 2700 കോടി രൂപയാണ്. അടുത്ത ന്യൂസ് ഉള്ളത് ലിഖിത ഇൻഫ്രയ്ക്കാണ്. അവർക്ക് 106.12 കോടിയുടെ ഒരു ഓർഡർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മെയിൻ ആയിട്ട് ന്യൂസ് ഉള്ള സ്റ്റോക്സുകൾ. അപ്പൊ ഈ സ്റ്റോക്സിലൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.